ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മെഡിസിൻ മാറി കൊടുത്ത് കുട്ടിക്ക് അപകട നിലയിലായത് ഇപ്പം തരണം ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വന്നാലും, അതായത് ഞാനൊരു ഫാർമസിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഫാർമസിയിൽ നിൽക്കുന്ന ആൾക്കാർ, ഇനിയിപ്പം ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, അവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവൻ ഞാൻ വരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളെടുത്ത് നിന്നാണ് ലാസ്റ്റ് മരുന്ന് കയ്യിൽ നിന്ന് പോകുന്നത്. ഡോക്ടർ എഴുതി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നിന്നാണ് ലാസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് മെഡിസിൻസ് പോകുന്നത്. അപ്പം നമ്മൾ അത്രയും കൃത്യമായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എഴുതിയത് മനസ്സിലാവുന്നില്ലെങ്കിൽ, കാരണം എല്ലാ ഡോക്ടേഴ്സും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല എഴുതിയിട്ടുണ്ടാവുക, അവരുടെ കൈയക്ഷരത്തിനനുസരിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നിയമപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ എഴുതേണ്ടത് ക്യാപ്സ് ലോക്ക് തന്നെ എഴുതാൻ വേണ്ടി മെഡിസിൻസ് എഴുതണമെന്ന് ഡോക്ടേഴ്സിനോട് മുമ്പേ, അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആരും അത് പരിഗണിക്കുന്നില്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള കൈയക്ഷരത്തിലാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ഒന്ന് ഡോക്ടേഴ്സിനെ വിളിച്ച് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നടത്തുന്ന ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഫാർമസിയിലേക്കോ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് വാട്സപ്പിൽ അയച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ മെഡിസിൻസിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ക്ലിയറായിട്ട് മാത്രം നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഡോക്ടേഴ്സിനെ തന്നെ കാണിക്കണം, പേഷ്യൻറ്റിനോട് പറയാം. കാരണം പേഷ്യൻസിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനൊരു കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇതുപോലെയുള്ള അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ആരുടെ നിന്നാണോ മെഡിസിൻസ് ലാസ്റ്റ് പോകുന്നത്, ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നാണ് പോകുന്നത്. അപ്പം ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യാം, ഇതിന് വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസ് നമ്മളുടെ അടുത്ത് മെഡിസിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, എല്ലാവർക്കും അത് മെഡിസിൻസിനെ കുറിച്ചിട്ട് അറിയാനില്ലേ മീഡിയാസ് കുറേ അധികമുണ്ട്, അതായത് അതിനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. ഒന്നുകിൽ നമുക്ക് 1mg എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, 1mg എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് മെഡിസിൻസിനെ കുറിച്ചിട്ട് അറിയാൻ, അതിൻ്റെ ഡോസ്, യൂസേജ്, അതിൻ്റെ വില എല്ലാം അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് 1mg എന്ന് പറയുന്നത്. അത് നമ്മൾ ഫാർമസിസ്റ്റ് അടക്കം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നില്ല വേറൊരു ഓപ്ഷൻ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾക്ക് കിട്ടിയ മെഡിസിൻസ് നമ്മൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ യൂസേജ് നോക്കുക. കാരണം ഡോക്ടേഴ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന മെഡിസിൻസ് ഇല്ലേ, അത് വെച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ മതി, എൻ്റെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻസ് ആണോന്ന്. കാരണം ഒരു മെഡിസിൻ തന്നെ 2-3 യൂസേജ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡോസേജിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കിട്ടിക്കഴിഞ്ഞാൽ മെഡിസിൻസ് ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളെ ബോഡിയാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ അതിനെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് റീചെക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, പ്രായമുള്ളവരുടെ കാര്യത്തിൽ എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.